ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ നിൽക്കുന്നത് വെഞ്ഞാറമൂടാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സുരാജ് ചേട്ടൻ്റെ സ്വന്തം നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആദായ വിൽപ്പനയായിട്ട് ഒരു ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ചൈനീസ് മേള എന്നുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈലിൽ ഇവിടെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചൈനീസ് മേളയിലുള്ളതാണ് പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഒരാൾക്ക് നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് എടുക്കണമായിരുന്നു. നമ്മുടെ മോള് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് എടുക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതെ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടു നോക്കൂ ഇവിടുത്തെ ഐറ്റംസ് എന്താണെന്ന് കണ്ടോ. ഞങ്ങൾ കണ്ട് എന്താ പറയാ, ഞാനും മീനൊക്കെ ഇങ്ങനെ ഫുള്ള് നടന്ന് കാണായിരുന്നു കേട്ടോ. എന്ത് അടിപൊളിയല്ലേ കാണാനായിട്ട്. സ്റ്റാറുകളൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം സെറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മീനൂട്ടിക്ക് ഒരുപാട് പാവളൊക്കെ മീനൂട്ടി നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് പോയിട്ട് വരാം, ഇന്നിപ്പോൾ എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി. പുറത്തല്ല, നേരത്തെ ഞാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. നമ്മളിപ്പോഴും ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സോപ്പിട്ട് നമ്മൾ ഇറങ്ങാൻ പറ്റാ പാടാ നമുക്കറിയാല്ലേ. ഓരോ സെക്ഷൻ ഉണ്ട്, അവർക്ക് അത്ര വിഷയമൊന്നുമില്ല, ചുമ്മാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മീനൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അവസ്ഥയാണ് പറഞ്ഞത്. നമ്മളെ പൈസ പെയിന്റിങ്സ്, ഫ്രെയിം, പെയിന്റിങ്സ് സെക്ഷൻ്റെ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അവിടെ കയറിയപ്പം ഞങ്ങൾക്ക് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടോ. എന്തെടുക്കും, എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ ഒരു പാത്രം എടുക്കാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഉപയോഗമുള്ളത് എടുക്കാം എന്നുള്ളതിൽ ഒരു പാത്രം എടുക്കുന്നത്. പക്ഷെ പാത്രം എടുത്തിട്ട് എനിക്കൊരു കംഫർട്ട് തോന്നില്ല. പാത്രം റേറ്റ് കേട്ടോ, അതുമല്ല 200 എല്ലാം മറ്റേ സെറാമിക്കോ അങ്ങനെ എന്തോ ആണ്. ഇതൊക്കെ 450 500 രൂപയ്ക്കകത്ത് റേറ്റ് വരുന്നതാണ്. മറ്റേ സെറാമിക് ടൈപ്പ് ഒരുപാട് പാത്രങ്ങളുണ്ട്. പിന്നെ ഞാനും മീനും ഇങ്ങനെയൊക്കെ എവിടെ കയറുമ്പോഴും നമ്മളിത് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കും കേട്ടോ. അതാണ് നമ്മളെ പരിപാടി. അതെ, ഇവര് പരിപാടി സാധനങ്ങൾ നോക്കിക്കൊണ്ട് നടന്നു. എനിക്ക് ഗിഫ്റ്റ് എടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ചേട്ടൻ ഗിഫ്റ്റ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. ഞാനും മീനും കുട്ടിയും കൂടെ ഓരോ സാധനങ്ങൾ എടുക്കും, നോക്കും, വെക്കും, എടുക്കും, നോക്കും, വെക്കും, അങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടോ കുട്ടി ക്രിസ്മസിന്റെ ഐറ്റംസ് വെച്ചേക്കുന്നത്. നമ്മളെ പിന്നെ ഫ്ലവർ ഷോ അല്ല, നമ്മളവിടെ ഫ്ലവറിന്റെ വില ചോദിച്ചോ. ഫ്ലവർ എങ്കിൽ നമുക്ക് ഫ്ലവർ സെലക്ട് ചെയ്താലൊന്നും പറഞ്ഞ ഫ്ലവറിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിനേക്കാളും വില ഒരു 500, 250, 800, 850 രൂപ വില കേട്ടോ. ഞാൻ പറയാം, എനിക്ക് ഇതൊക്കെ വില കൂടുതലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കടയിൽ കയറിയപ്പോൾ എനിക്ക് സാധനങ്ങൾ വില കൂടുതലായിട്ട് തോന്നി. സത്യത്തിൽ തോന്നി അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ല? ചില കാര്യങ്ങളിൽ നമ്മൾ വില കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിലാണെങ്കിൽ ചില സാധനങ്ങളിൽ വില കുറവാണ്. ചില സാധനങ്ങളിലാണെങ്കിൽ നമുക്ക് വില കൂടുതലായിട്ട് എന്നെ തോന്നിയിട്ടുണ്ട്. നീ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ എടുത്ത് പോയിട്ട് നമ്മുടെ ഈ ഗ്രീറ്റിംഗ്സ് കാർഡ് എന്നെ ചെന്ന് ചോദിച്ചു നോക്കി, 5 രൂപയ്ക്കൊന്നും ചിലപ്പോൾ അവിടെ കാണത്തില്ല. ഇവിടെ 4 രൂപ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ക്ലോക്ക് ഐറ്റംസ് ആണ്. ക്ലോക്ക് ഐറ്റംസ് 185 രൂപ. പാത്രങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ പാത്രങ്ങളുണ്ട് 50 രൂപ, 40 രൂപ, 30 രൂപ റേഞ്ചിലും പാത്രങ്ങളുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഈ ഇരിക്കുന്ന എല്ലാം 50 രൂപ, 45 രൂപ റേഞ്ച് തൊട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഐറ്റം. നമ്മൾ ഞാൻ ഇപ്പോൾ ഈ എടുത്തു വെച്ചാൽ 155 രൂപയാണ്. അപ്പം നമുക്ക് അതിൽ നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് കണ്ണൊളിക്കല്ലേ, കണ്ണു ഉടക്കി. ബാക്കി ഗ്രീറ്റിങ്സിൻ്റെ സെക്ഷനിൽ അവിടെ വന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നതാണ്. മീനുകുട്ടിക്ക് ഗ്രീറ്റിങ്സ് അറിയില്ല എന്ന് പറഞ്ഞു, അവൾ അതും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് 5. നമ്മളെ ചോദിച്ചപ്പോൾ അവള് കുറേ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത്രയും പേർക്കൊന്നും നമുക്ക് കൂട്ടുകാരിയിരിക്കുന്നു. പാത്രങ്ങളുടെ ഇടയിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു പൂച്ചക്കുട്ടി എങ്ങനെ നമ്മുടെ നോക്കി തന്നെ എന്തോ നമ്മളങ്ങനെ നല്ല എല്ലാം പാത്രങ്ങളല്ല നമ്മുടെ ഗിഫ്റ്റ് നേരെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഗിഫ്റ്റ് പാക്ക് ചെയ്തു. ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ കട നമ്മുടെ പരിചയപ്പെടുത്തുകയാണ്, വോയിസ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.